ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ഏവർക്കും ശുഭദിനം. ശുഭചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മൗനത്തിൻ്റെ ആത്മീക ജീവിതത്തിൽ വളരെ പ്രസക്തമായ ഒന്നാണ്. ഇസ്രായേൽ ചരിത്രത്തിൻ്റെ അനുസ്മരണീയ സന്ദർഭമാണ് മരുഭൂപ്രയാണം. കഷ്ടനഷ്ടങ്ങളുടെയും ഘോരയുദ്ധങ്ങളുടെയും മാനസിക സംഘർഷങ്ങളുടെയും ഒപ്പം ദൈവിക പരിപാലനം, ദൈവകൃപ, ദൈവിക നടത്തിപ്പ്, ദൈവകരുതൽ ഇവയുടെ അനുഗ്രഹീത സന്ദർഭങ്ങളുടെ ആകത്തുകയാണ് മരുഭൂപ്രയാണം. യാത്ര തടസ്സമാകാൻ സാധ്യതയുള്ള ഓരോ നിമിഷങ്ങളിലും ദൈവിക ഇടപെടിയിൽ ശക്തമായിക്കൊണ്ടിരുന്നു. മാനുഷിക പ്രതിസന്ധികൾക്ക് അനുനിമിഷം പരിഹാരം സത്യതയുമായ യഹോവയെങ്കിൽ നിന്നും അതാത് സമയങ്ങളിൽ എത്തിക്കൊണ്ടിരുന്നു. ആ യാത്രയുടെ ഏറ്റവും ശക്തമായ പ്രതിസന്ധി ഉരുണ്ടുകൂടിയത് ചെങ്കടൽ തീരത്താണ്. പിന്നിൽ നിന്നും ആർത്തിരമ്പി എത്തുന്ന ശത്രു സൈന്യം, മുന്നിൽ മരണവീഥി ഒരുക്കി നിൽക്കുന്ന ചെങ്കടൽ, ഇരുവശങ്ങളിലും മരണസാധ്യതകൾ ഏറെ തിങ്ങി വിങ്ങി നിൽക്കുന്ന രണ്ട് പർവ്വതങ്ങൾ. ഈ സന്ദർഭം ജനത്തിൽ പിറുപിറുപ്പിൻ്റെയും പരിഹാസത്തിൻ്റെയും അഗ്നി ആളിപ്പടർന്നു. ഇനിയും ഒരേ ഒരു പരിഹാരം, തിളച്ചു മറിഞ്ഞു കിടക്കുന്ന മരുഭൂമിയിലെ ആ മണൽത്തരിയിൽ മുട്ടുമടക്കുക. മോശ അങ്ങനെ തന്നെ ചെയ്തു. ഉന്നതങ്ങളിലേക്ക് തൻ്റെ കണ്ണുകൾ ഉയർത്തി സ്വർഗോന്നതിയിൽ നിന്നും ലഭിച്ചത് 6 വാക്കുകൾ മാത്രം. ഭയപ്പെടണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവയുടെ രക്ഷ നിങ്ങൾ കാണുക. ഇനിയും നിങ്ങൾ മിസ്രയീം സൈന്യത്തെ കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ മൗനരായിരിപ്പീൻ. വാസ്തവത്തിൽ സർവശക്തനായ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെ മൗനമായി അനുഭവിക്കുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അത് കഷ്ടനഷ്ടമാണെങ്കിലും ലാഭവും സന്തോഷവുമാണെങ്കിലും സ്നേഹത്തോടെ സ്വീകരിക്കുക എന്നതാണ് നമ്മുടെ ദൗത്യം. ഈ പശ്ചാത്തലത്തിലാണ് 62-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ ഉള്ളം ദൈവത്തെ നോക്കി മൗനമായിരിക്കുന്നു, എൻ്റെ രക്ഷ അവങ്കിൽ നിന്ന് വരുന്നു. ചാകരയുള്ളിടത്ത് സമുദ്രം ശാന്തമായിരിക്കുന്നു എന്ന തത്വം പോലെയാണ് ദൈവകൃപ മഴ പോലെ പെയ്തിറങ്ങുന്നിടത്ത് മൗനം അതിശക്തമായിരിക്കും. വിശുദ്ധനായ അഗസ്തിനോസ് പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. എൻ്റെ നാഥനായ ക്രിസ്തു പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ഒരു കുഞ്ഞാടിന് സമനായി മൗനം ദീക്ഷിച്ചു. അതായിരുന്നു കുരിശിൽ നാം ദർശിച്ച മൗനത്തിൻ്റെ മഹത്വം. ഏറ്റവും വലിയ ശബ്ദം നിശബ്ദമാണ്. ഏറ്റവും വലിയ ധനം സമാധാനമാണ്. പൂർവികന്മാർ ഇവ രണ്ടും ഒരുപോലെ പഠിപ്പിക്കുവാൻ കാരണം ക്രിസ്തുനാഥനിൽ നിന്നും അവർ ആർജിച്ച സ്വഭാവമാണ്. സർവശക്തനായ ദൈവത്തെ നോക്കി നമുക്കും മൗനം പരീക്ഷിക്കാം, മൗനമായിരിക്കാം. ശാന്തത പരിശീലിക്കുക എന്നത് ആത്മീകതയുടെ വിശിഷ്ട സ്വഭാവങ്ങളിൽ ഒന്നാണ്. മൗനമായി അവൻ്റെ മുഖം കണ്ട് അവനിൽ ആനന്ദിക്കാം. ഏവർക്കും ശുഭദിനം. നന്ദി.